ഇന്ന് നമ്മൾ മുട്ടയും കുറച്ച് മസാലയൊക്കെ ഇട്ടിട്ടുള്ള സിമ്പിളായിട്ടുള്ളൊരു കൊത്തിപ്പൊരിയാണ് ഉണ്ടാക്കുന്നത്. ആദ്യം നമ്മൾ കുറച്ച് എണ്ണ ഒഴിക്കുക. അതിലേക്ക് ഇത്തിരി സവോളയും പച്ചമുളകും കറിവേപ്പിലയൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ആ സമയം കൊണ്ട് നമുക്ക് കോഴിമുട്ട ഒന്ന് ഉടച്ച് ശരിയാക്കാം. ഞാനിവിടെ 2 മുട്ട എടുത്തിരിക്കുന്നത്. ജസ്റ്റ് കുറച്ച് ഉപ്പിട്ടിട്ട് നന്നായി ഇളക്കി യോജിപ്പിച്ച് വയ്ക്കുക. നമ്മുടെ സവാള ഒന്ന് വാടിക്കഴിയുമ്പോൾ അതിലേക്ക് ഇത്തിരി മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും ഇത്തിരി ഗരം മസാലപ്പൊടിയൊക്കെ കൂടെ ഇട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. എരിവ് ഇഷ്ടമുള്ളവരാണെങ്കിൽ കുറച്ച് കുരുമുളക് പൊടി കൂടി ഇട്ടോളൂ. ഞാനിവിടെ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതെല്ലാം നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുക. ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞു വെച്ച തക്കാളി കൂടി ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കുക. ഒന്ന് വാടിക്കഴിഞ്ഞാൽ തക്കാളി ആ കയ്യിൽ വെച്ചൊന്ന് ഉടച്ചോളൂ കേട്ടോ. അപ്പോൾ നന്നായി മിക്സായി കിട്ടും. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്യുക, തക്കാളി വേവാൻ വേണ്ടിയിട്ടാണ്. ഒരിത്തിരി നേരം അടച്ച് വെച്ച് വേവിച്ച് ശേഷം നമുക്ക് നന്നായി ഇളക്കി കൊടുക്കാം. എന്നിട്ടിതാ നമ്മുടെ മുട്ട നമ്മളിതിലേക്ക് ഒഴിക്കുകയാണ് കേട്ടോ. ഇനി എന്താ പരിപാടി കഴിഞ്ഞു. മുട്ട നല്ലോണം ഡ്രൈ ആയി വരണ വരെ ഇളക്കി കൊടുക്കുക. നമ്മുടെ കൊത്തിപ്പൊരി റെഡി. ഇനി ഒരു പ്ലേറ്റിലേക്ക് നമുക്കിത് സെർവ് ചെയ്യാം. ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ ബെസ്റ്റാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ കൊടുത്തു വയ്ക്കുമ്പോൾ ഇത് മാത്രം മതി, വേറെ ഉപ്പേരിയുടെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ ഇന്നേക്ക് ഇത്രയേ ഉള്ളൂ. ബൈ.